ഞാനല്ല കാണണമെന്ന് പറഞ്ഞേ സാറാണ്. അതിന് എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഞാനല്ല, അയാളാണ് ആദ്യം. ആ സാർ, ഇതാണ് ആ പട്ടാളക്കാരനെ ചീത്ത പറഞ്ഞ കേസിലെ ആള്, ദിരൂപ്. നീയൊക്കെ കൂട്ടി പൂട്ടിക്കോ ഇത്? ഇല്ല സാറേ, ഞാൻ അങ്ങനെ അയാളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അയാളാണ് എന്നോട് വെറുതെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നത്. അപ്പൊ ഞാൻ ചെറുതായിട്ട് പട്ടി തണ്ടിന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അയാള് ഫുൾ അലമ്പാ സാറേ. എടാ, അലമ്പനെ തെറി വിളിക്കാനാണെങ്കിൽ ഞാൻ നിന്നെ എന്തോരം തെറി വിളിക്കണം? നീ വിളിച്ചാ ഫോൺ എടുക്കുവോ? സാറേ, ഫോൺ കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയിട്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കംപ്ലൈന്റ് ഉള്ള ഫോണായിട്ടാണ് നീ പണി? അല്ല, ഇടയ്ക്കുള്ളൂ, മൊത്തത്തിൽ അല്ല. ഇതിപ്പോ ചാർജ് ഉണ്ടോ ഞാൻ നോക്കാം. നീ ഇല്ല സാർ, ഇപ്പൊ പ്രശ്നം. ഫോൺ എടുത്ത കളിക്കല്ലേ. അത് സാറേ ഇങ്ങോട്ട് എടുത്ത് തന്നടാ, നിന്റെ കൂടെ ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടെ. ഈ ഫോണിന്റെ ഇത് ഓണാക്ക. എന്താടാ ഇത്? നീ ഫോൺ വില ഇരുമ്പ് കടയിലും കൊണ്ട് കൊടുക്കും, കമ്പിക്കൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും. അല്ല, അത് രാത്രി ഇടക്കൊക്കെ ഒന്ന്. എടാ, ഇത് കണ്ടോടാ, ഇവ കക്ഷികളൊക്കെയാണ് ഇവിടെ പണിക്ക് വെച്ചിരിക്കുന്നത്. നീ ഇവനെ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു വിടുന്നു. ഒരുത്തരം വേണ്ട ഇവിടെ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം, നിങ്ങൾ എന്ത് ചെല്ല, ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ കാണുന്നത് കൊണ്ടുപോയേ. പ്രശാന്ത് ഗുളിക കഴിക്കട്ടെ. നീ ആ കോളറിന്റെ കേസ് ചോദിച്ചോന്നില്ല അന്ന്? അതെ. എന്തോന്നാ ഇത് മേലെ നീ ആവർത്തിച്ച? ഇല്ല സാറേ. ആ, മുന്നാധാരം വേണം, പാൻ കാർഡ്. നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ കോപ്പി എടുത്ത് ഫോട്ടോ ഒട്ടിച്ചോണ്ട് വരണമെന്ന്? മറന്നുപോയി. അവിടെ ആരെങ്കിലും ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് കൊടുത്തു. രാവിലെ വീട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നോളൂ ഓരോരുത്തർ, മനുഷ്യന്റെ പ്രാണം കളയാനായിട്ട്. സർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയോ? 2/6/1989. വീട്ടിൽ പോണോ? ഒരു സലാം കൊടുക്കാം നമുക്ക്. സലാം. മോൻ എത്ര വയസ്സായി? 1.5 വയസ്സ്. ഓ, എത്ര മാസമായി? 5 മാസം. എഴുന്നേറ്റോ? എന്തൊരു ഉറക്കോടായത്. ഇവിടെ നടന്ന പുകലുമല്ലോ, നീ അറിഞ്ഞോ? അത് പറയാനല്ലേ ചേട്ടൻ ഇങ്ങോട്ട് വന്നത്, പറ. എടാ, നമ്മുടെ ആ 113 ഫാമിലി ഇല്ലേ, ആ പെണ്ണ് തൂങ്ങി മരിച്ച്. എന്തിന്? ആർക്കറിയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും. ഞാനത് പറയാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തത്? രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ. ഗൗരിയോടെ എണീറ്റില്ലേ? ഗൗരിയേ, വിളിക്കണ്ട. എന്താടാ ഇത് അവളോട് പറയണ്ട. ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ? അത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാ. ഓ, നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞോളല്ലോ, നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ. ശരി, നീ പെട്ടെന്ന് റെഡിയാവ്. ഇന്ന് പുതിയ ട്രെയിനേഴ്സ് ജോയിൻ ചെയ്യുന്ന ദിവസാ. ലേറ്റ് ആക്കല്ലേ? അമ്മ വല്ലതും ഉണ്ടാക്കിയ മോളെ? ഈ വീട്ടിൽ പുട്ടിയും നമുക്കൊരു മോചനമില്ലേ മോളെ? എങ്ങോട്ട് തിരിഞ്ഞാലും പുട്ടും. അമ്മയ്ക്കതല്ലേ അറിയുള്ളൂ. കുടുംബ കോടതി നിന്റെ അമ്മയ്ക്കെതിരെ ഒരു പരാതി കൊടുത്താലോ? അത് വേണോ? സ്വന്തം മുട്ടി തന്നെ പാറ്റിടണോ? വേണ്ടല്ലേ? വേണ്ട. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വന്നല്ലോ. അതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത്. ആ മോളെ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അമ്മ, നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് പോകുന്നില്ലെന്ന് വിചാരിച്ചു. വിനോദേട്ടൻ അടുക്കളയിലാന്ന് തോന്നുന്നു, ചായ ഉണ്ടാക്കിയായിരിക്കും. ലച്ചു, മേളിലൊരു മരണം നടന്നപ്പോഴാണ് നിന്റെ പാട്ടും കൂത്തുമൊക്കെ. അതൊന്ന് നിർത്തിക്ക. ഞാൻ ആർട്സ് ഡേക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുവല്ലേ. ലച്ചു, നിർത്തി.